ഹലോ, എല്ലാവരും സുഖായിരിക്കുന്നോ? നമുക്കിന്ന് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു സിമ്പിൾ പുഡിംഗ് തയ്യാറാക്കി നോക്കാം. ബൂസ്റ്റ് വെച്ചിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ കുട്ടി മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ ഒരു ചൈന ഗ്രാസിന്റെ പാക്കറ്റിലെ നേർ പകുതിയാണ് എടുക്കുന്നത്. അതിൽ 2 ഷീറ്റാണ് വരുന്നത് കേട്ടോ. അതിൽ ഒരു ഷീറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് എടുക്കുന്നത്. ഞാനിവിടെ എടുക്കുന്ന പാലിന്റെ അളവ് 250 ml ആണ്. നിങ്ങൾ ഒരു പാക്കറ്റ് പാലിന്റെ 1/2 ലിറ്റർ പാലിന്റെ ആണ് പുഡിംഗ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ചൈന ഗ്രാസിന്റെ പാക്കറ്റ് ഫുൾ എടുക്കുക കേട്ടോ. ഞാനിവിടെ 250 ml പാലിന്റെ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ പകുതി എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ, നമ്മുടെ നോർമൽ വെള്ളത്തിൽ ഒന്ന് കുതിർത്തിടാം. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് ചെറുതീയിൽ ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അപ്പം ആദ്യം ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അതിനുശേഷം നന്നായിട്ട് ഈ വെള്ളത്തിൽ ലയിച്ച് ഉരുകി വരും കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. കണ്ടോ, അത് മുഴുവനും ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 250 ml ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 250 ml ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, അളവ് ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങൾ 1/2 ലിറ്ററിനെ എടുക്കുന്നെങ്കിൽ ഈ ചൈന ഗ്രാസിന്റെയും ഇപ്പം ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ പാല് നമുക്കൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ ബൂസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സാധാരണ ഫ്ലേവറിലുള്ള ബൂസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ പാലിൽ. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. കാരണം ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാര തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് ഞാൻ പിന്നെ ചേർക്കുന്ന ഒരു ചെറിയ പീസ് ബട്ടറാണ് കേട്ടോ. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, നിർബന്ധമൊന്നുമില്ല ചേർക്കണം കേട്ടോ. അതിനൊരു ചെറിയ ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ചേർക്കുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ ടേസ്റ്റ് ഒന്ന് ബെറ്റർ ആവുന്നുണ്ട്. പക്ഷെ ഇല്ലെന്ന് പറഞ്ഞും ടേസ്റ്റ് വലിയ കുറവൊന്നുമില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം നന്നായിട്ട് ആ ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അളവൊന്നുമില്ല, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അത്രയേ ഉള്ളൂ കേട്ടോ. മക്കൾക്കാവുമ്പോൾ ഒരുവിധം മധുരമൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൈന ഗ്രാസും ഈ പാലും രണ്ടും ഒരേ ചൂടിലായിരിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുത്തിട്ടല്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും ഒരേ ചൂടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്ത് ചെറിയ ചൂടിൽ, തിളച്ചൊന്നും വരണ്ട, ചെറു ചൂടിൽ ഒന്ന് ഇളക്കി ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. അത് നമുക്ക് ഉടനെ തന്നെ ആയി കിട്ടും. ഇത് തിളയ്ക്കൊന്നും വേണ്ട. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ തന്നെ ഈ ബൂസ്റ്റിന്റെ പാലിന്റെ മിക്സിൽ ചൈന ഗ്രാസ് നന്നായിട്ട് മിക്സ് ആയി വരും. ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഒരു വലിയ വട്ടപാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ബൗൾസിലോട്ടാണ് സെറ്റ് ചെയ്യാൻ ഒഴിക്കുന്നത്. ഒന്ന് അരിച്ചൊഴിക്കാൻ നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ചൈന ഗ്രാസിന്റെ ചെറിയ ക്രിസ്റ്റലും ഒക്കെ ചിലപ്പം കാണും. അതുകൊണ്ട് അരിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ കാണും. അതൊരു സ്പൂണിന്റെ ബാക്ക് സൈഡും കൊണ്ട് അതിലൊന്ന് പൊട്ടിച്ചു വിടുക കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചോ ക്ലിഞ്ച് വാപ്പ് വെച്ചോ എങ്ങനെയാലും ഒന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടും കേട്ടോ. ഇതൊരു നോർമൽ ടെമ്പറേച്ചറിലോട്ട് ഒന്ന് ആവട്ടെ പുറത്ത് തന്നെ ഇരുന്നിട്ട്. അതിനുശേഷം നമുക്ക് നോർമൽ ഫ്രിഡ്ജിലേക്കാണ് മാറ്റുന്നത്, ഫ്രീസറിലല്ല കേട്ടോ. വേണ്ടില്ലേ, ഞാനിത് ഒരു 4-5 മണിക്കൂർ സെറ്റ് ചെയ്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഈ റാപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. അത് ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ അങ്ങനെ എന്തേലും ഒരു ഫോർക്കോ വല്ല സൈഡിൽ കൂടെ ഒന്ന് ഓടിക്കുക. വേണ്ടില്ലേ, നല്ല സെറ്റ് ആയിട്ടാണ്, നല്ല ജിഗ്ലിയാണ് കേട്ടോ ഈ പുഡിങ്. ഇങ്ങനെ ഒന്ന് കത്തി ഒന്ന് ഓടിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കമഴ്ത്തിയിടാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുക. എനിക്ക് വന്നില്ല, ഒന്നുകൂടെ ഒന്ന് കൊട്ടി നോക്കാം. ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ ആ കത്തി ഓടിച്ചത് ഇച്ചിരി പ്രശ്നമായെന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ സൈഡിൽ ഒരു
വര വീണിട്ടുണ്ട്. ദേ കണ്ടില്ലേ? നല്ല ജിഗ്ലി ആയിട്ടിരിക്കുന്നതാണ്. നമുക്ക് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് കാണുമ്പോൾ. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊരു അരിപ്പ് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി. അപ്പൊ നല്ല ടേസ്റ്റാണ്. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ എളുപ്പമല്ലേ റെസിപ്പി? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പൊ അവധിയല്ലേ. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്ക് മാത്രമല്ല നമുക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനലിന്റെ കണ്ടിന്യൂസ് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ സ്പൂണ് വെച്ചിട്ട് ഇത് എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കണ്ടില്ല, അത് പൊട്ടി ഇങ്ങനെ വന്നു. വായിലിട്ട് കഴിഞ്ഞാൽ അലിത്ത് പോട്ടോ.